സ്വാഭാവികമായും ഒരു ഡ്രൈവറിൽ ഉണ്ടാകാവുന്ന ആകാംക്ഷ ഈശ്വറിലും ഉണ്ടായി. അവന്റെ കാൽ ബ്രേക്കിൽ അമർന്നു. അപ്പോഴേക്കും ആരോ ജീപ്പിന് കൈ കാണിക്കുകയും ചെയ്തിരുന്നു. റോഡിന്റെ ഓരം ചേർത്ത് ജീപ്പ് നിർത്തിയിട്ട് അവൻ ചാടിയിറങ്ങി. തെല്ലു മുമ്പ് തന്നെ കടന്നുപോയ സിയന്ന കാർ ആണതെന്ന് അവന് മനസ്സിലായി. പക്ഷെ മറ്റു വാഹനങ്ങളൊന്നും അവിടെ കണ്ടുമില്ല. ആളുകൾ അപ്പോഴും അങ്ങോട്ട് ഓടിക്കൂടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മതിൽക്കെട്ടിനോട് ചേർന്ന് ഇടിച്ചു തകർത്തതുപോലെ കിടക്കുകയാണ് കാർ. ലക്ഷണം കണ്ടിട്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്നവരാരും രക്ഷപ്പെട്ടിരിക്കാൻ ഇടയില്ലെന്ന് അവന് തോന്നി. ആളുകൾ തകർന്നു ചുളുങ്ങിയ അതിന്റെ ഡോർ വലിച്ചു തുറക്കാനുള്ള ശ്രമത്തിലാണ്. കാറിനുള്ളിൽ നിന്നും യാതൊരു ശബ്ദവും കേട്ടില്ല. ഈശ്വർ ചുറ്റും നോക്കി. ഒരാൾ ഒരു കോടാലിയുമായി വരുന്നത് കണ്ടു. അവൻ അത് വാങ്ങി. കാറിന്റെ ഡോർ വെട്ടിപ്പൊളിച്ച് അകത്തേക്ക് നോക്കി. മുൻസീറ്റിൽ രണ്ട് സ്ത്രീകൾ, മരിച്ചു മരവിച്ചതുപോലെ ഇരിക്കുന്ന ഒരു യുവതി. അവളാണ് സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ. പ്രായമുള്ള വേറൊരു സ്ത്രീയുമുണ്ട്. സീറ്റിനിടയിലേക്ക് കിടക്കുകയാണവർ. കാറിനുള്ളിൽ ചോരയാണ്. യുവതിയാണ് ഡ്രൈവ് ചെയ്തത്. ചിലർ അകത്തേക്ക് കാൽ കുത്തിക്കൊണ്ട് അപകടത്തിൽപ്പെട്ടവരെ പുറത്തിറക്കാനുള്ള ശ്രമം തുടങ്ങി. ഈശ്വർ തിരികെ ഓടി വന്ന് ജീപ്പിന്റെ പിന്നിലിട്ടിരുന്ന വാളയെ വലിച്ച് റോഡിലിട്ടു. അപ്പോഴേക്കും അപകടത്തിൽപ്പെട്ടവരെ താങ്ങിയെടുത്തുകൊണ്ട് ആളുകൾ അങ്ങെത്തി. അവരെ സീറ്റിൽ കിടത്തി. ജീപ്പിനുള്ളിലും ചോരയുണ്ടായിരുന്നു, മീനിന്റെ ചോര. സ്ത്രീകൾ മരിച്ചോ എന്ന് ആരും ശ്രദ്ധിച്ചില്ല. എത്രയും വേഗം അവരെ ആശുപത്രിയിൽ എത്തിക്കുകയാണല്ലോ വേണ്ടത്. അവിടെ കൂടിയവരിൽ ചിലരും കയറി. ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഈശ്വർ. അത് മുന്നോട്ട് കുതിച്ചു. പട്ടണത്തിലെ ആശുപത്രിയുള്ളൂ. ജീപ്പ് നിയന്ത്രിക്കുന്നതിനിടയിൽ ഈശ്വർ മറ്റുള്ളവരോട് തിരക്കി, എന്താ ഉണ്ടായത്? വ്യക്തമായൊന്നും ഞങ്ങൾക്കും അറിയില്ല ആശാനെ, ഒരാൾ പറഞ്ഞു. കാറും പിന്നാലെ ഒരു ലോറിയും പാഞ്ഞു വരികയായിരുന്നു. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു. ലോറി കാറിന്റെ മതിലിനോട് ചേർത്തിടിച്ചു. പിന്നെ നിർത്താതെ ഓടിച്ചുപോയി. ഈശ്വറിന് രോഷം വന്നു. അപകടമുണ്ടായിട്ട് ഇവർ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും മെനക്കെടാതെ ആ റാസ്കൽസ്. വാഹനമാകുമ്പോ അപകടമുണ്ടാകും, എന്നാലും മനുഷ്യപ്പറ്റില്ലാതെ എങ്ങനെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞ. ലോറിയുടെ നമ്പർ നോട്ട് ചെയ്തില്ലേ? ഇല്ല, വേറൊരാൾ പറഞ്ഞു. അതിനുള്ള നേരമൊന്നും കിട്ടിയില്ലെന്നേ. ജീപ്പ് പട്ടണത്തോർ അറുക്കാറായി. ലൈറ്റ് ഇട്ടുകൊണ്ട് ഹോൺ അടിച്ച് അത് പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ മറ്റു വാഹനങ്ങൾ സൈഡ് ഒതുക്കി. ജീപ്പിന്റെ ടയറുകൾ നിലത്ത് സ്പർശിക്കുന്നേയില്ല എന്ന് തോന്നുമായിരുന്നു. ഹോസ്പിറ്റൽ. ആ പട്ടണത്തിലെ ഏറ്റവും വലിയതും ആധുനിക സജ്ജീകരണങ്ങൾ ഏറെയുള്ളതുമായിരുന്നു അത്. ജീപ്പ് ഗേറ്റ് കടന്നു. വാതിൽക്കൽ ആരെയോ കാത്തു നിന്നിരുന്നത് പോലെ ഒരു സ്ട്രക്ചറുമായി രണ്ട് അറ്റൻഡന്റുമാർ ഉണ്ടായിരുന്നു. സ്ത്രീകളെ ജീപ്പിൽ നിന്ന് എടുത്ത് സ്ട്രക്ചറിലേക്ക് കിടത്താൻ ഭാവിച്ചതും അറ്റൻഡന്റുമാർ തടഞ്ഞു. വേറെ സ്ട്രക്ചർ കൊണ്ടുവരാൻ പറയൂ, ഞങ്ങൾ വേറൊരാളെ നോക്കി നിൽക്കുകയാണ്. നിന്റെ അമ്മയുടെ കെട്ടിയോനെയാണോടാ? ഈശ്വർ ശബ്ദമുയർത്തി. എന്നാ ഇതിൽ ഇവരെ ഒന്ന് കിടത്തി നോക്കട്ടെ, എന്താ സംഭവിക്കുന്നെന്ന്. ഈശ്വർ ഒപ്പമുണ്ടായിരുന്നവരെ നോക്കി. അതിലേക്ക് കിടത്ത്. യുവതിയെയാണ് ആദ്യം കിടത്തിയത്. അവളുടെ സൽവാർ കമ്മീസ് ചോരയിൽ കുതിർന്നിരുന്നു. അറ്റൻഡർമാർ പിന്നെയും എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ഈശ്വറുടെ കത്തുന്ന നോട്ടം കണ്ട് മൗനമായി. മറ്റൊരു സ്ട്രക്ചർ കൂടി എത്തി. അതിൽ പ്രായമുള്ള സ്ത്രീയെയും കിടത്തി. വേഗം കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോ. ഈശ്വർ നിർദ്ദേശിച്ചതും മറ്റൊരു കാറും അവിടെ വന്ന് ബ്രേക്ക് ഇട്ടു. ചെങ്കാട്ട് തറവാട്ടിലെ കാർ. ഈശ്വർ ചുളിഞ്ഞ നെറ്റിയോടെ അതിലേക്ക് നോക്കി. ആ കാറിന്റെയും ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. കാറിന്റെ ഡോറുകൾ തുറന്ന് കിടാക്കന്മാർ ചാടിയിറങ്ങി. എവിടെടാ സ്ട്രക്ചർ? അറ്റൻഡന്മാരെ നോക്കി ഗർജിക്കുകയായിരുന്നു ശേഖരക്കിടാവ്. സ്ത്രീയെയും യുവതിയെയും കൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ഭാവിക്കുകയായിരുന്ന അറ്റൻഡന്മാർ ഒന്ന് പരുങ്ങി. ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു അങ്ങേത്തന്മാരെ, പക്ഷെ അപ്പോഴേക്കും ഈ കേസ്. കിടാക്കന്മാർ എരിയുന്ന കണ്ണുകളാൽ സ്ട്രക്ചറിൽ കിടന്നിരുന്നവരെ നോക്കി. എടുത്തു കളഞ്ഞിട്ട് കൊണ്ടുവാടാ ഇങ്ങോട്ട്, ജനാർദ്ദന കിടാവാണ് പറഞ്ഞത്. ഇതിനിടെ നീലകണ്ഠനും ഗണേശനും കൂടി മോഹിനിയെ കാറിൽ നിന്ന് ഇറക്കി കഴിഞ്ഞിരുന്നു. എടുത്ത് താഴെ കിടത്താനല്ലടാ പറഞ്ഞത്. ശേഖരക്കിടാവ് മുന്നോട്ട് നീങ്ങി. അറ്റൻഡന്മാർ നിസ്സഹായതയോടെ ഈശ്വരന് നേരെ കണ്ണയച്ചു. അവൻ മുന്നോട്ട് നീങ്ങിയെടുത്തു. ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ സംസാരിക്കാതെ അങ്ങുന്നേ. എല്ലാം മരണവുമായി മല്ലടിക്കുന്നവരല്ലേ. മറ്റൊരു സ്ട്രക്ചർ കൂടി കൊണ്ടുവന്നാ മതിയല്ലോ. വാ, നാവടക്കട ചെറ്റേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശേഖർ തിരിഞ്ഞത്. തൊട്ടു മുന്നിൽ ഈശ്വര കണ്ടതും അയാൾ നെറ്റി ചുളിച്ചു. ശേഖരന്റെ മനസ്സിൽ കയത്തിൽ നിന്നും വാളയുമായി ഉയർന്നു വരുന്ന ഈശ്വര രൂപമായിരുന്നു. രക്ഷപ്പെട്ടുപോയ അവൻ ഇതാ മുന്നിൽ. മറ്റുള്ളവരും അവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വന്യമായൊരു ഭാവം ഓരോ മുഖത്തും മിന്നി മറഞ്ഞു. 8 കണ്ണുകളിൽ അവനെ ദഹിപ്പിക്കാനുള്ള തീ തെളിഞ്ഞു. പക്ഷെ ഈശ്വർ അപ്പോഴും സൗമ്യത കൈവിട്ടില്ല. കിടാക്കന്മാരെ ശ്രദ്ധിക്കാതെ അവൻ അറ്റൻഡന്മാരുടെ നേർക്ക് തിരിഞ്ഞു. നോക്കി നിൽക്കാതെ വേഗം കൊണ്ടുപോ.
ഇവിടെ വെച്ചിനി ഇവർ മരിക്കാനിടയായാലുണ്ടല്ലോ. അവർ മരിച്ചോ ഇല്ലയോ എന്നറിയാതെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അറ്റൻഡർമാർ മുന്നോട്ട് നീങ്ങി. നിൽക്കട അവിടെ! നീലകണ്ഠൻ മോഹിനിയെ താങ്ങി പിടിച്ചിരിക്കുന്നതിനിടയിൽ തന്നെ ശബ്ദമുയർത്തി. ഫോൺ ചെയ്ത് സ്ട്രക്ചർ ഒരുക്കി നിർത്താൻ പറഞ്ഞിരുന്നതല്ലോടാ ഞങ്ങൾ. അറ്റൻഡർമാർ പിന്നെയും കുഴങ്ങി. എന്തായാലും അപ്പോഴേക്കും മറ്റൊരു സ്ട്രക്ചർ കൂടി എത്തി. ഈശ്വരെ നോക്കി കടുപ്പിച്ചൊന്ന് മൂളിയിട്ട് അവർ മോഹിനിയെ അതിൽ കിടത്തി. 3 സ്ട്രക്ചറുകളും അകത്തേക്ക് പോയി. ആശുപത്രി ആയത് നിന്റെ ഭാഗ്യം, പക്ഷെ പലിശ ചേർത്ത് തരിഞ്ഞ്, അണപ്പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് ഗണേശൻ പറഞ്ഞു. അത് കേൾക്കാത്ത ഭാവത്തിൽ ഈശ്വർ കാഷ്വാലിറ്റിക്ക് നേരെ നടന്നു. പകയോടെ മറ്റുള്ളവർ നോക്കി നിന്നു. തലയിൽ തന്നെ വീഴും എന്നറിയുന്ന വൃക്ഷങ്ങൾ വേരോടെ പിഴുതു മാറ്റണം. ജനാർദ്ദന കിടാവ് പെറുപെറുത്തു. അത് ശരിയാണെന്ന മട്ടിൽ മറ്റുള്ളവരും തലകുലുക്കി. പിന്നെ അവരും കാഷ്വാലിറ്റിക്ക് നേരെ പോയി. വല്ലാത്ത അസ്വസ്ഥത തോന്നി ഈശ്വർക്ക്. അപകടത്തിലായവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ഈശ്വറിന്റെ കൂടെ വന്നവർ ഇനിയുള്ള പൊല്ലാപ്പുകൾക്കൊന്നും ഞങ്ങളില്ല എന്ന ഭാവത്തിൽ അവനോട് പറയുക പോലും ചെയ്യാതെ പോയി കഴിഞ്ഞിരുന്നു. കാഷ്വാലിറ്റിയുടെ വാതിൽ പലതവണ തുറന്നടഞ്ഞു. നഴ്സുമാർ വേഗത്തിൽ അകത്തേക്കും പുറത്തേക്കും പോയി. ഇടയ്ക്ക് ഒരു നഴ്സ് വന്ന് കിടാക്കന്മാരുടെ നേർക്ക് ഭവ്യതയോടെ സ്ലിപ്പ് നീട്ടി. ഫാർമസിയിൽ നിന്ന് വേഗം വാങ്ങണം. ഗണേശൻ അത് വാങ്ങി. കിടാക്കന്മാർ കൊണ്ടുവന്നവളെയാണ് ഡോക്ടർമാർ ആദ്യം നോക്കിയതെന്ന് ഈശ്വർ സംശയിച്ചു. അത് അവരുടെ പെങ്ങളാണെന്നൊന്നും അവനറിയില്ല. ആദ്യമായാണ് അവൻ അവളെ കാണുന്നത് തന്നെ. ഉച്ച കഴിഞ്ഞ് തനിക്കൊരു ബുക്കിംഗ് ഓട്ടമുള്ളതാണ്. അവരെ ഇവിടെ കൊണ്ടുവന്ന നിലയ്ക്ക് ഇനി എന്തെങ്കിലും അറിയാതെ മടങ്ങുന്നത് മനുഷ്യത്വമല്ലെന്ന് അവന് തോന്നി. നഴ്സ് ഒരിക്കൽ കൂടി പുറത്തു വന്നു. ആക്സിഡന്റ് ആയ സ്ത്രീകളുടെ ഒപ്പം വന്നവർ ആരാണ്? ഈശ്വർ എണീറ്റു. അത്യാവശ്യം ഓപ്പറേഷൻ വേണം ഇരുവർക്കും. മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്യണോ അതോ? പെട്ടെന്നൊരു ഉത്തരം നൽകുവാൻ അവന് കഴിഞ്ഞില്ല. ഊരും പേരും അറിയാത്ത 2 പേർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വേഗം പറയണം മിസ്റ്റർ. ഉച്ചഭാവത്തിലാണ് നഴ്സിന്റെ നിൽപ്പ്. ഓപ്പറേഷൻ നടക്കട്ടെ സിസ്റ്റർ എന്ന് വെറുതെ അങ്ങ് പറഞ്ഞ പറ്റില്ല. അവരുടെ ഗ്രൂപ്പ് ബ്ലഡ് വേണം, കൗണ്ടറിൽ പണം അടയ്ക്കണം, മെഡിസിനുകൾ വാങ്ങണം. വിയർത്തുപോയി ഈശ്വർ. ജീപ്പിന്റെ ഡാഷിൽ 500 രൂപയോളം കാണും. പക്ഷെ അതുകൊണ്ട് എന്താവാൻ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് എയ്ഡ് നടത്തി വിട്ടേക്കാം. വേണ്ട സിസ്റ്റർ, ഒക്കെ ശരിയാക്കാം ഞാൻ. എങ്കിൽ ആദ്യം പണം അടച്ചിട്ട് വരൂ. കിടാക്കന്മാർ പരിഹസിച്ചിരിക്കുന്നത് അവൻ കണ്ടു. ഈശ്വർ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചപ്പോൾ നഴ്സ് പിന്നെയും അറിയിച്ചു. അവരുടെ പേരുകൾ കൂടി പറയണം. എനിക്കറിയില്ല സിസ്റ്റർ, വഴിയിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് അവരെ. ഒന്നും പറയാതെ നഴ്സ് കാഷ്വാലിറ്റിയും അറിഞ്ഞു. ഈശ്വർ കൗണ്ടറിലെത്തി. തിരക്കിയപ്പോൾ 10,000 രൂപ ഉടനെ അടയ്ക്കണമെന്നും. ശരിക്കും പതറി. പിന്നെ പെട്ടെന്നെന്തോ ചിന്തിച്ചതുപോലെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ബൂത്തിൽ നിന്നും MLA ദേവദാസിന്റെ വീട്ടിലേക്ക് വിളിച്ചു. എന്നാൽ അയാൾ എവിടെയോ പോയിരിക്കുകയാണെന്ന മറുപടിയാണ് കിട്ടിയത്. സമയമില്ല. 2 ജീവനുകളാണ് തുലാസിൽ ആടിക്കൊണ്ടിരിക്കുന്നത്. അവൻ മരക്കാർ മൂഴി കവലയിലുള്ള ഒരു കടയിലേക്ക് വിളിച്ചു. ടാക്സി സ്റ്റാൻഡിലെ സുഹൃത്തുക്കളെ കിട്ടി. കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. നീ പ്രയാസപ്പെടണ്ടടാ, കാശും രക്തമെടുക്കാനുള്ള ആൾക്കാരുമായി അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എത്തും. മറുപടി കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ ഒരു മഞ്ഞുതുള്ളി പതിച്ച അനുഭവമായിരുന്നു ഈശ്വറിന്. സുഹൃത്തുക്കൾ വാക്കുപാലിച്ചു. അരമണിക്കൂറിനുള്ളിൽ തന്നെ എത്തി. 4 ജീപ്പുകൾ നിറയെ ആളുകൾ. കൗണ്ടറിൽ പണം അടച്ചു. കാഷ്വാലിറ്റിയിൽ എത്തുമ്പോൾ അസ്വസ്ഥനായി നിൽക്കുകയായിരുന്നു നഴ്സ്. വേഗം മരുന്ന് കൊണ്ടുവാ. അവൾ സ്ലിപ്പ് കൊടുത്തു. ഇവരുടെ ബ്ലഡും ടെസ്റ്റ് ചെയ്യുക. എല്ലാം കഴിവതും വേഗത്തിൽ തന്നെ നടന്നു. ബുക്കിംഗ് ഓട്ടത്തിനായി ഈശ്വർ മറ്റൊരാളെ അയച്ചു. 4 പേരുടെ രക്തമെടുത്തു. 24 മണിക്കൂറുകൾ കഴിയാതെ ഒന്നും പറയാനാവില്ലെന്നായിരുന്നു ഡോക്ടറുടെ അഭിപ്രായം. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. വണ്ടിക്ക് CC അടയ്ക്കാൻ വെച്ചിരുന്ന കാശ. ഒരു ഡ്രൈവർ മന്ത്രിച്ചു. അപ്പോ മോഹിനിയുടെയും നില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കിടാക്കന്മാരോട് ഡോക്ടർ പറഞ്ഞിരുന്നു. തറവാട്ടിലേക്ക് ഒന്ന് വിളിച്ച് വിവരം പറയണ്ടേ? അമ്മയും മറ്റും ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും. ഗണേശൻ നീലകണ്ഠ കിടാവിനെ നോക്കി. അത് ഞാനും ചിന്തിച്ചതാണ്. പക്ഷെ അച്ഛനാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ ചിലപ്പോ ഫോൺ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞുവെന്നിരിക്കും. എന്തായാലും കുറച്ചുകൂടി കാക്കാം, ജനാർദ്ദനൻ പറഞ്ഞു. ഒരു കുരുക്കിൽ അകപ്പെട്ട അവസ്ഥയായിരുന്നു നേരം കഴിയുന്തോറും ഈശ്വരുടേത്. സുബോധമില്ലാത്ത അവരിൽ നിന്നും വീടിനെയോ ബന്ധുക്കളെയോ കുറിച്ച് അറിയാൻ കഴിയില്ലല്ലോ. അവരുടെ ആളുകൾ ആരെങ്കിലും വരാതെ താൻ എങ്ങനെ ഇവിടെ നിന്ന് പോകും? മരക്കാർ മൊഴിയിൽ നിന്നും വന്നവരെയൊക്കെ അവൻ തിരിച്ചയച്ചിരുന്നു. കാറിന്റെ നമ്പർ ഓർമ്മയില്ല. അല്ലെങ്കിൽ ആദ്യ ഓഫീസിൽ തിരക്കാമായിരുന്നു. എന്നാലും ഇവിടെ നിന്ന് മാറുമ്പോൾ ഒരാവശ്യം വന്നാ ഇവിടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സായാഹ്നം. ആശാനെ! വിളി കേട്ട് ഈശ്വർ തിരിഞ്ഞു നോക്കി. മൊബൈൽ പാപ്പി. വിവരമറിഞ്ഞെത്തിയിരിക്കുകയാണ്. ആക്സിഡന്റ് പറ്റിയ പെണ്ണ് കൊള്ളാമോ ആശാനെ? അവൻ ആദ്യം ചോദിച്ചത് അതാണ്.
എന്നാൽ ഈശ്വർ തറപ്പിച്ചൊന്ന് നോക്കിയപ്പോൾ വിഷയം മാറ്റി. എങ്ങനെയായിരുന്നു സംഭവം ചോദിക്കുന്നതിനിടയിലാണ് അവൻ അവിടെ ഇരിക്കുന്ന കിടാക്കന്മാരെ കണ്ടത്. പെട്ടെന്ന് വിനയാന്വിതനായ അവൻ അവർക്കരികിലെത്തി. അങ്ങത്തന്മാര് ഇവിടെ? നിന്റെ അപ്പന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാൻ വന്നതാ, ഗണേശനാണ് പറഞ്ഞത്. അപ്പന് ബോഡി എന്തിനാ അങ്ങനത്തെ? അമ്മയ്ക്കല്ലേ? പൂർത്തിയാക്കും മുമ്പ് ഗണേശൻ ചാടി എണീറ്റു. ഇന്ന് ഞാൻ പക്ഷെ അപ്പോഴേക്കും പാപ്പി ഈശ്വറിന്റെ പിന്നിൽ എത്തിയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മോഹിനിയെ ഒരു മുറിയിലേക്ക് മാറ്റി. കിടാക്കന്മാർ അവിടേക്ക് പോയി. സത്യം തിരിച്ചു വന്നോടാ? ഈശ്വർ പാപ്പിയെ നോക്കി. ഇല്ല ആശാനെ. അവൻ എവിടെ പോയിരിക്കാം എന്ന് ഈശ്വർ ചിന്തിച്ചു. പക്ഷെ പിടികിട്ടിയില്ല. നേരം സന്ധ്യയായി. നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, പാപ്പിയോട് പറഞ്ഞിട്ട് ഈശ്വർ ഹോസ്പിറ്റലിന് പുറത്തെത്തി. ജീപ്പിലെ ചോര കഴുകി കളഞ്ഞിട്ടില്ല. അവൻ ജീപ്പിലേക്ക് കാൽ വെച്ചതേയുള്ളൂ. പെട്ടെന്ന് ആ കണ്ണുകൾ റോഡിൽ കിടന്നിരുന്ന ലോറിയിൽ പതിച്ചു. അവന്റെ സിരകളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ആ ലോറി, കാറിനെ ഇടിച്ചു തകർത്ത ലോറി. ഈശ്വർ ജീപ്പിൽ നിന്ന് കാൽ പിൻവലിച്ച് റോഡിലേക്ക് കുതിച്ചു. മുന്നോട്ട് ഓടുന്നതിനിടയിൽ ഒരു വട്ടം കൂടി ഈശ്വർ നോക്കി, തനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടോ എന്നറിയുവാൻ. മതിലിന് മുകളിലൂടെ ലോറിയുടെ പകുതിക്ക് മുകളിലുള്ള ഭാഗം കാണാമായിരുന്നു. ഇല്ല, ആ ലോറി തന്നെ. അതിന്റെ ക്യാബിന് പിന്നിൽ വരച്ചിരിക്കുന്ന കടുവയുടെ മുഖം താൻ നേരത്തെ ശരിക്കും കണ്ടതാണ്. തങ്ങളുടെ ദൗത്യം വിജയിച്ചോ ഇല്ലയോ എന്നറിയാൻ ലോറിയിലുള്ളവർ കാത്തുകിടക്കുകയാണെന്ന് അവന് തോന്നി. ഈശ്വർ ഗേറ്റിനരികിൽ എത്തിയതേ ഉള്ളൂ. അടുത്ത നിമിഷം വന്യമായ ഒരു ഇരുമ്പലോടെ ലോറി മുന്നോട്ട് കുതിച്ചു. ഛേ! ഓട്ടം നിർത്തി ഈശ്വർ കൈ കുടഞ്ഞു. റോഡാകെ പുകപടലങ്ങൾ നിറച്ച് ആ ലോറി മുന്നിലെ വളവ് തിരിഞ്ഞു പോയി. ഒരു നിമിഷം ആ വഴിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നുപോയി ഈശ്വർ. അവന്റെ മനസ്സിനുള്ളിൽ സംശയത്തിന്റെ ചുഴലി വീശുവാൻ തുടങ്ങിയിരുന്നു. താൻ ഓടി വരുന്നത് കണ്ടുകൊണ്ടാണോ അവർ ലോറി വിട്ടുപോയത്? അതിന് സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ ലോറി സ്റ്റാർട്ട് ചെയ്യാൻ ഭാവിച്ചപ്പോഴാവും താൻ അങ്ങോട്ട് ഓടിയത്. അല്ലെങ്കിൽ തന്നെ അറിയാവുന്നവർ തന്നെ ആയിരിക്കണം ലോറിക്കുള്ളിൽ. താൻ മനസ്സിലാക്കാതിരിക്കാനായി രക്ഷപ്പെട്ടതാവാനും വഴിയുണ്ട്. ഈശ്വര ഒരു ബീഡി കത്തിച്ചു. ഇത്രയും നേരം ആശുപത്രിക്കുള്ളിൽ ആയിരുന്നതിനാൽ അതിനുള്ള അവസരം കിട്ടിയിരുന്നില്ല. ലോറി പോയ ഭാഗത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് അവൻ ജീപ്പിനടുത്തേക്ക് നടന്നു. ജീപ്പിൽ കോളനിയിൽ എത്തുമ്പോൾ നേരം സന്ധ്യയായി. വീടുകൾ നഷ്ടപ്പെട്ടവർ ഇനി എന്തു വേണമെന്നറിയാതെ മഹാശൂന്യതയിൽ അകപ്പെട്ടതുപോലെ താടിക്ക് കൈകൊടുത്തിരിപ്പുണ്ട്. സ്വപ്നങ്ങളും സമ്പാദ്യങ്ങളും എല്ലാം എരിഞ്ഞു പോയിരിക്കുന്നു. ചെറുതെങ്കിലും ഒരു കൂരയുണ്ടാക്കണമെങ്കിൽ ഇക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. നഷ്ടപരിഹാരം ഈടാക്കാമെന്ന് വെച്ചാ കേസ് കഴിയണമെങ്കിൽ വർഷങ്ങൾ തന്നെ വേണ്ടിവരും. മാത്രവുമല്ല വിജയന് അതിനുള്ള സമ്പത്തുമില്ല. കേസ് ജയിച്ചാൽ തന്നെ അയാൾ തടവിൽ കിടന്ന കാലം പോക്കുകയുള്ളൂ. ആളുകൾ അങ്ങ് കൂടി നിന്നും ഇരുന്നും അനന്തര കരണീയത്തെക്കുറിച്ച് കടുത്ത ആലോചനയിലാണ്. കൃഷ്ണമാഷും സജീവ ചർച്ചയിൽ പങ്കാളിയാണ്. പത്രക്കാരും ടിവിക്കാരും ഒക്കെ അവിടെ വന്നു പോയി കഴിഞ്ഞിരുന്നു. ഈശ്വർ ജീപ്പിൽ നിന്നിറങ്ങിയപ്പോൾ തിണ്ണയിലിരുന്ന പോർട്ടർ ദാമോദരൻ തലയുയർത്തി. കടുത്ത ക്ഷീണമുണ്ടായിരുന്നു അയാൾക്കും. അച്ഛനെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോവാൻ ഭാവിക്കുകയായിരുന്നു ഈശ്വർ. എന്നാൽ ദാമോദരൻ വിളിച്ചു. മോനെ. ഈശ്വർ തിരിഞ്ഞു നോക്കി. അച്ഛനും മകനും തമ്മിൽ അത്ര അടുപ്പത്തിലല്ല. മനസ്സുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിലാണവർ. സത്യൻ ഇതുവരെ വന്നില്ലല്ലോടാ. അവൻ ഇങ്ങ് വരും, അല്ലാതെ എവിടെ പോകാനാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ മുറിയിലേക്ക് നീങ്ങി. വല്ലാത്ത ക്ഷീണം, ഒന്ന് കുളിക്കണം. വേഷം മാറിയപ്പോഴേക്കും ജാനകി വാതിൽക്കലെത്തി. മോനെ, നീ സത്യനെ തിരക്കിയോ? സമയം കിട്ടിയില്ല അമ്മേ, ഇനി തിരക്കാം. മാത്രമല്ല അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് നമ്മൾ തിരഞ്ഞു നടന്ന അവനിങ്ങ് തിരിച്ചു വരുമ്പോ ആളുകൾക്ക് പറഞ്ഞു ചിരിക്കാൻ കാര്യമാകും. ജാനകി മറുപടി പറഞ്ഞില്ല. ഒരു ഗ്ലാസ് കടുങ്കാപ്പിയുമായി സുന്ദരി വന്നു. അവൻ അത് വാങ്ങി. ആ, നീ കുറച്ച് വെള്ളം പിടിച്ചു വെക്ക്, കുളിക്കണം. ശരി ഏട്ടാ. റോഡിലെ പൊതു പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കാനായി അവൾ ബക്കറ്റുമായി പോയി. ഈശ്വർ സത്യനെ കുറിച്ച് ഓർത്തു. പഠിത്തത്തിന് താൻ ഇത്രയും പണം ചെലവാക്കുന്നതിനോട് അവന് തീരെ യോജിപ്പില്ലായിരുന്നു. എന്തെങ്കിലും പടിയെടുക്കാൻ ഏട്ടാ ഞാനും. ഏട്ടൻ മാത്രം കഷ്ടപ്പെട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത് കാണുമ്പോ. ഇങ്ങനെ പലതവണ അവൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ സമ്മതിച്ചിട്ടില്ല. ഒരു ജോലി അവന്റെ സ്വപ്നമായിരുന്നു. അതിന്റെ അന്വേഷണത്തിലായിരിക്കും അവന് ഈശ്വറിന് തോന്നി. തോർത്തും സോപ്പും എടുത്തുകൊണ്ട് ഈശ്വർ മുറ്റത്തെത്തി. സുന്ദരി വെള്ളം പിടിച്ചുകൊണ്ട് വെച്ചിരുന്നു. കുളിക്കും മുമ്പ് അവൻ ജീപ്പ് പൈപ്പിനരികിൽ കൊണ്ടിട്ട് അകത്തെ ചോര കഴുകി കളഞ്ഞു. പിന്നെ സ്വന്തം കുളിയും കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമാഷിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും പേർ അവന്റെ അടുത്തെത്തി. വീട് നഷ്ടപ്പെട്ടവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിരുന്നു വരവ്. ദേവദാസ് സാറിനോട് കൂടി ആലോചിക്കാതെ നമുക്കൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല
ഏതായാലും നഷ്ടപ്പെട്ട വീടുകൾക്ക് പകരം വേറെ വീടുകൾ ഉണ്ടായേ പറ്റൂ, അവൻ പറഞ്ഞു. ദേവദാസ് വിചാരിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമെന്ന് അവർക്കും അറിയാമായിരുന്നു. ഇത്രയും നേരത്തിനുള്ളിൽ കോളനിയിൽ രാവിലെ റെയ്ഡ് നടന്നത് കിടാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് പലരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. നമുക്ക് കിടാവിനോട് പറഞ്ഞാലോ, നഷ്ടപരിഹാരം തരാൻ? വീട് നഷ്ടപ്പെട്ടവരിൽ ഒരാളായ തോമസ് കുട്ടി ആരാഞ്ഞു. വിജയനും അങ്ങേരുടെ ആളല്ലേ? ഒക്കെ ശരി തന്നെ, പക്ഷെ പിന്നിൽ കിടാവുണ്ട് എന്ന സത്യം ഉറപ്പിക്കാൻ കഴിയാതെ നമുക്ക് ഒന്നിനും ആവില്ല. അവരുടെ ചർച്ച നീണ്ടുപോയി. അവസാനം എല്ലാവരും പിരിഞ്ഞപ്പോൾ 9 മണിയായി. പോർട്ടർ ദാമോദരൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. പാപ്പി മാത്രമാണ് ആശുപത്രിയിൽ. താൻ പോയേ മതിയാകൂ. സുന്ദരിയെ വിളിച്ച് ഭക്ഷണം വിളമ്പാൻ പറഞ്ഞിട്ട് അവൻ മാഷിന്റെ വീട്ടിലേക്ക് ചെന്നു. പകൽ നടന്ന ആക്സിഡന്റിനെ കുറിച്ച് ചുരുക്കത്തിൽ പറഞ്ഞിട്ട് കുറച്ച് രൂപ കടം വാങ്ങി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഓർത്തത് കിടാവിനെ കുറിച്ചാണ്. ചെങ്കാട്ട് തറവാട്ടുകാരും കോളനിക്കാരും തമ്മിൽ ഇണക്കവുമില്ല പിണക്കവുമില്ല എന്ന അവസ്ഥയായിരുന്നു. എന്നിട്ടും കിടാവ് ഇത്തരത്തിൽ പ്രവർത്തിച്ചപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കും പോലെ അവന് തോന്നി. അത് കണ്ടെത്തണം എന്ന തീരുമാനത്തോടെയാണ് എണീറ്റ് കൈ കഴുകിയത്. ചെങ്കാട്ടു തറവാട്ടിൽ മുറ്റത്തുയർന്നു നിന്നിരുന്ന പന്തലിനിടയിലൂടെ അപ്പോൾ അസ്വസ്ഥതയോടെ ഉലാത്തുകയായിരുന്നു ചന്ദ്രപ്പൻ കിടാവ്. വായിൽ ഇരട്ടി മധുരം വന്യമായി ഞെരിഞ്ഞമർന്നു. രാവിലെ കോളനിയിൽ താൻ നടത്തിയ ഓപ്പറേഷനെ കുറിച്ച് മക്കൾക്ക് പോലും യാതൊരു വിവരവുമില്ല. എന്തായാലും ഒന്നുറപ്പാണ്, ദൗത്യം വേണ്ട രീതിയിൽ പ്രയോജനകരമായിരുന്നില്ലെങ്കിലും തൽക്കാലം സത്യം പ്രശ്നത്തിൽ നിന്നും കോളനിക്കാരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ തനിക്ക് കഴിഞ്ഞു. ശ്മശാന ശാന്തതയായിരുന്നു ചെങ്കാട്ട് തറവാട്ടിൽ. മോഹിനി ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് ആ തറവാടിന്റെ അഭിമാനത്തെ അപ്പാടെ ഇളക്കി മറിച്ചിരിക്കുകയാണല്ലോ. ആശുപത്രിയിൽ നിന്നും ഗണേശൻ ഫോൺ ചെയ്തിരുന്നു. മോഹിനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ഒന്നുപോയി മകളുടെ അടുത്തിരിക്കണമെന്നുണ്ടായിരുന്നു മായാവതിക്ക്. പക്ഷേ തന്റെ ഭർത്താവ് സമ്മതിക്കില്ല എന്ന് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് അവർ അനുവാദം ചോദിച്ചതുമില്ല. വിവാഹം തനിക്ക് ഇഷ്ടമല്ലെന്ന് മോഹിനി പറഞ്ഞ നിമിഷം മുതൽ ഇതുവരെ ആ സ്ത്രീ ജലപാനം പോലും നടത്തിയിട്ടില്ല. കുഴപ്പമില്ലെന്ന് ഗണേശൻ പറഞ്ഞെങ്കിലും അതിനെ ഉൾക്കൊള്ളുവാൻ ആ മാതൃഹൃദയത്തിന് കഴിഞ്ഞില്ല. മോഹിനി അപ്പോൾ ആശുപത്രിയിൽ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. കോണിപ്പടിയിൽ നിന്നും കാൽ വഴുതി തല തറയിൽ ഇടിച്ചതാണെന്നാണ് ആശുപത്രിയിൽ പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാരും ഏട്ടത്തിയുടെ ഭർത്താവും മുറിയിൽ ഉണ്ടായിരുന്നെങ്കിലും അവൾ ആരോടും മിണ്ടിയില്ല. ശിരസിനേറ്റ മുറിവിനേക്കാൾ വലുതായി അവൾക്ക് തോന്നിയത് മനസ്സിലുണ്ടായ മുറിവായിരുന്നു. സത്യൻ. എന്താണ് അവൻ തന്നെ തേടി വരാതിരുന്നത്? അവന്റെ ജീവനേക്കാൾ ഉപരി തന്നെ സ്നേഹിക്കുന്നുവെന്ന് എത്ര വട്ടം ആണയിട്ട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും താൻ എവിടെയാണെന്നെങ്കിലും ഒന്ന് അവനെ അറിയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ആരൊക്കെ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാലും അവൻ ഓടിയെത്താതിരിക്കില്ല. ആ മനസ്സ് മറ്റാരേക്കാളും അറിയുന്നവൾ താനാണല്ലോ. കുടിക്കാൻ എന്തെങ്കിലും വേണോടി? നീലകണ്ഠ കിടാവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ മിഴിയിളക്കി. ഒന്നും പറഞ്ഞില്ല. പക്ഷേ മുഖഭാവത്തിൽ നിന്നും വേണ്ടെന്ന് വ്യക്തമായിരുന്നു. നീലകണ്ഠന് കോപമാണുണ്ടായത്. നീ എത്രയൊക്കെ നിരാഹാരം കിടന്നാലും പ്രതിഷേധിച്ചാലും ലക്ഷ്യം വീട്ടിൽ ആ നായിന്റെ മോന്റെ കൂടെ പൊറുക്കാമെന്ന് കരുതണ്ടടി. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. മോഹിനിയുടെ കടക്കണ്ണുകളിൽ 2 തുള്ളി നീർ പിടച്ചു. കണ്ണടച്ചപ്പോൾ അത് കവിളുകളിലൂടെ തലയണയിലേക്ക് ഒലിച്ചിറങ്ങി. എന്താളി അത്? ഈ അവസരത്തിലാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോഹിനിയെ വേദനിപ്പിക്കുന്നത്? ജനാർദ്ദന കിടാവ് സൗമ്യമായി തിരക്കി. അല്ല പിന്നെ, ഇവൾ എന്താ കരുതിയത്? ചെങ്കാട്ടു തറവാട്ടിൽ സോഷ്യലിസം നടപ്പാക്കാമെന്നോ? അതേതായാലും പറ്റില്ല. അതല്ല, അവനില്ലാതെ ഇവൾക്ക് പറ്റില്ലെങ്കിൽ അവൻ ആദ്യം തുണ്ടം തുണ്ടമാക്കും ഞാൻ. വേണ്ടി വന്നാ ആ കോളനി പോലും ബാക്കി വെക്കില്ല. മോഹിനിയുടെ മനസ്സ് ഒരു നെരിപ്പോട് കണക്കെ പുകയുകയാണ്. പക്ഷെ ആ ഉൾക്കണ്ണുകളിൽ അപ്പോഴും കൂടുതൽ പ്രഭയോടെ സത്യന്റെ മുഖമുണ്ടായിരുന്നു. ഒരു പുരുഷനോടൊത്ത് ജീവിക്കുകയാണെങ്കിൽ അത് സത്യനോടൊത്ത് തന്നെ ആയിരിക്കുമെന്ന് ഓരോ നിമിഷവും അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, വാതിൽക്കിൽ നിന്ന് ശേഖരക്കിടാവ് വിളിച്ചു. എല്ലാവരും അങ്ങോട്ട് പോയി. പുറത്തെ ഇടനാഴിയിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിരുന്ന കസേരകളിൽ ഒന്നിൽ അയാൾ ഇരുന്നു. അടുത്തു തന്നെ മറ്റുള്ളവരും. മൂവരും ശേഖരന്റെ മുഖത്തേക്ക് നോക്കി. അവൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന മുമ്പ് നമുക്ക് പലതും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആദ്യം സത്യനെ. ഇനി ഇവർ തമ്മിൽ ഈ ജന്മത്തിൽ കാണുക പോലും അരുത്. ആ അഭിപ്രായം ശരിവെച്ച മട്ടിൽ മൂവരും തലയനക്കി. ശേഖരക്കിടാവ് തുടർന്നു. പിന്നെയുള്ളത് അവൻ, ആ ഈശ്വർ. നമ്മുടെ മുന്നിൽ വന്ന് ധിക്കാരം കാട്ടിയിട്ട് പോയവനെ വെറുതെ വിട്ടെന്നറിഞ്ഞ നാട്ടുകാർ പരിഹസിക്കും. ഇപ്പൊ തന്നെ ആ തെണ്ടി അതൊക്കെ പാടി നടക്കുകയാവും. കാലങ്ങളായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത അന്തസ് കടലോരത്തെ മൺകൂന പോലെ തകർന്നു പോകും. അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഈ രാത്രി തന്നെ എല്ലാം തീർക്കാം.
പാടില്ല. 4 ആൾക്കാരുടെ മുന്നിൽ വെച്ച് വേണം കോളനിയിലെ രാജാവായ അവന്റെ പതനം. അതിനു വേണ്ട സന്ദർഭം ബുദ്ധിപൂർവ്വം നമ്മൾ ഒരുക്കിയാണ് വേണ്ടത്. കിടാവ് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും കറണ്ട് പോയി. ജനറേറ്റർ പ്രവർത്തിക്കാൻ 1 മിനിറ്റോളം എടുത്തു. എല്ലായിടത്തും വെളിച്ചം വന്നു. അച്ഛനോടുകൂടി ആലോചിച്ചിട്ട് മതി നമ്മുടെ നീക്കം. നീലകണ്ഠന്റെ അഭിപ്രായത്തോട് ഏവരും യോജിച്ചു. ജനാർദ്ദന കിടാവ് എണീറ്റ് മോഹിനിയുടെ മുറിയിലേക്ക് നടന്നു. അവളെ ഒറ്റയ്ക്ക് കിട്ടാവുന്ന അവസരങ്ങളൊന്നും അയാൾ പാഴാക്കാറില്ല. ഭാര്യയുടെ അനുജത്തിയാണെങ്കിലും നേരത്തെ മുതൽ അയാൾക്ക് അവളിൽ ഒരു നോട്ടമുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു തട്ടലും മുട്ടലുമായി അടുത്തുകൂടി നോക്കിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ സൂത്രത്തിൽ അവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാലും പിന്മാറുവാൻ ജനാർദ്ദനൻ ഒരുക്കമല്ല. പരിശ്രമിച്ചാൽ തനിക്ക് കാര്യം നേടാം എന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് അയാൾ. അങ്ങനെ എത്രയോ ലക്ഷ്യങ്ങൾ അയാൾ നേടിയെടുത്തിരിക്കുന്നു. മുറിയിലേക്ക് കയറിയ ജനാർദ്ദനന്റെ നെറ്റി അങ്ങ് ചുളിഞ്ഞു. മോഹിനി ഇവിടെ കിടക്ക ശൂന്യമാണ്. ഒരുപക്ഷെ ബാത്റൂമിലായിരിക്കുമോ? എന്നാൽ ശരിക്കും എണീറ്റ് നടക്കാനും മാത്രം ആരോഗ്യവതിയല്ലല്ലോ അവൾ. സംശയത്തോടെ അയാൾ ചെന്ന് ബാത്റൂമിന്റെ വാതിൽക്കിലേക്ക് നോക്കി. അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജനാർദ്ദനൻ തിരിഞ്ഞോടി. അളിയന്മാർ നെറ്റി ചൊളിച്ചു. എന്തുണ്ടായി? മോഹിനി മുറിയിലില്ല. ഏ? 3 കണ്ടങ്ങൾ ഒരേ സമയം ആ ശബ്ദം ഏറ്റുപിടിച്ചു. കുതിച്ചെണീറ്റ് അവരും മുറിയിലെത്തി. വിശ്വാസം വന്നതോടെ ശേഖരക്കിടാവ് ഗർജിച്ചു. കറണ്ട് പോയ നേരത്തായിരിക്കും സംഭവിച്ചത്. താഴേക്ക് പോ. ഈ ഹോസ്പിറ്റലിന്റെ ഓരോ മൂലയും അരിച്ചു പെറുക്ക്. 4 പേരും 4 ഭാഗത്തേക്ക് ഓടി. ജനാർദ്ദനൻ താഴെ വാച്ചറുടെ അടുത്തെത്തി. ഇപ്പോ ഒരു പെൺകുട്ടി പുറത്തേക്ക് പോയോ? തലയിൽ വെച്ചുകെട്ടുമായിട്ട് പോയല്ലോ. അവൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളോ അതോ ഒറ്റയ്ക്കായിരുന്നു? ജനാർദ്ദനൻ ഗേറ്റിന് നേരെ നീങ്ങി. റോഡിൽ വാഹനങ്ങളുടെ പ്രണയം, എരിയുന്ന തീക്കണ്ണുകൾ. ഈശ്വരുടെ ജീപ്പും അപ്പോൾ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. കോളനി പിന്നിട്ട് ഏതാണ്ട് 5-6 കിലോമീറ്റർ കഴിഞ്ഞു കാണും. വാഹനങ്ങൾ അങ്ങിങ്ങ് പോകുന്നുണ്ട്. എന്നാൽ കുറെ നേരമായി തന്റെ പിന്നാലെ ഒരു വാഹനമുണ്ടെന്ന് അവൻ അറിഞ്ഞു. സൈഡ് ഒതുക്കിയിട്ടും കയറി പോകുന്നില്ല. ഈശ്വരുടെ നെറ്റി ചുളിഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കി. ഒരു ഞെട്ടൽ. അതൊരു ലോറിയാണ്. മുന്നിൽ കൊടും വളവ്. പെട്ടെന്ന് ലോറിക്ക് വേഗതയേറി. ഈശ്വരുടെ ഇടനെഞ്ചി പിടഞ്ഞു. വല്ലാത്തൊരു മുരൾച്ചയോടെ അപകടകരമായ വേഗത്തിൽ ജീപ്പിന് നേരെ പാഞ്ഞെടുക്കുന്നു ലോറി. എതിരെ ഒരു വാഹനം കൂടി വന്നതിനാൽ ഈശ്വറിന് ജീപ്പ് വെട്ടിച്ചു മാറ്റാനുള്ള സമയവും കിട്ടിയില്ല. ശത്രുവിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഈശ്വറിന് 1 നിമിഷത്തിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. മുന്നിലെ വളവിൽ ജീപ്പ് ഇടിച്ചു മറിക്കുക. ഒരു ആക്സിഡന്റ് ആണെന്ന് ഏവരും വിധി എഴുതിക്കൊള്ളും. റിയർവ്യൂ മിററിൽ ഒന്ന് നോക്കാൻ പോലുമുള്ള നേരമില്ല. എതിരെ വന്ന വാഹനത്തിന്റെ വെളിച്ചം അയാളുടെ കണ്ണുകളിൽ പുളഞ്ഞിറങ്ങി. തെണ്ടികൾ, ലൈറ്റൊന്ന് ഡിം ചെയ്യുന്നത് കൂടിയില്ല. വളവിനപ്പുറം അല്പം താഴ്ചയുള്ള ഭൂമിയാണ്. 8 കല്ലുകുഴി. പലതവണ ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ള സ്ഥലം. മിക്കപ്പോഴും ഈ വഴി വരാറുള്ളതിനാൽ ഈശ്വറിന് റോഡ് സ്ഥലങ്ങളും നല്ല നിശ്ചയമായിരുന്നു. എന്തായാലും അപകടം ഉറപ്പാണ്. രണ്ടും കൽപ്പിച്ച് ഈശ്വർ ഗിയർ മാറിയതും ആക്സിലേറ്ററിൽ കാൽ ആഞ്ഞമർത്തിയതും ഒന്നിച്ചായിരുന്നു. ജീപ്പ് റോക്കറ്റ് പോലെ പാഞ്ഞു. എതിരെ വന്ന വാഹനത്തിൽ നിന്ന് അവൻ വെട്ടിയൊഴിഞ്ഞു. ആ ക്ഷണം തന്നെ ജീപ്പിന് പിന്നിൽ ആഞ്ഞിടിക്കുവാൻ ഭാവിക്കുകയായിരുന്നു ലോറി ഡ്രൈവർ. പക്ഷേ ഈശ്വർ അപകടം മണത്തറിഞ്ഞുവെന്നോ ഇങ്ങനെ നീങ്ങുമെന്നോ സ്വപ്നത്തിൽ പോലും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ലോറിയുടെ നിയന്ത്രണം നഷ്ടമായി. നേരെ അത് താഴത്തെ ഭൂമിയിലേക്ക് പറന്നിറങ്ങും പോലെ പോയി. താഴെ എത്തി അത് മുഖം കുത്തി ഒന്ന് മലക്കം മറിഞ്ഞു. ലൈറ്റുകൾ ചിതറിപ്പോയി. അവിടെ കനത്ത അന്ധകാരം വന്നു. കുറച്ച് അകലെ മാറ്റി ഈശ്വർ ജീപ്പ് നിർത്തി. ഇറങ്ങി പിന്നോട്ട് നടന്നു. അതുവഴി വന്ന വാഹനങ്ങളൊക്കെ അവിടെ ബ്രേക്കിട്ട് തുടങ്ങിയിരുന്നു. ആളുകൾ ഇറങ്ങി നിന്ന് താഴേക്ക് നോക്കി. ഇരുൾ കാരണം ഒന്നും വ്യക്തമല്ല. ഈശ്വറും റോഡിന്റെ തിട്ടയിൽ വന്നു നിന്നു. ലോറിയിലുള്ളവർ അത്ര വേഗം അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും എത്രയും വേഗത്തിൽ ശത്രുക്കൾ ആരാണെന്ന് അറിയണം. പക്ഷേ താഴേക്ക് ഇറങ്ങുന്നത് എങ്ങനെ? അവിടേക്കുള്ള വഴി ഏതാണെന്ന് കൂടി അറിയില്ല. റോഡിൽ ആളുകൾ കൂടിക്കൂടി വരികയാണ്. വാഹനങ്ങളും. മിനിറ്റുകൾക്കുള്ളിൽ റോഡ് ബ്ലോക്കായി. അപ്പോഴേക്കും സമീപവാസികൾ ആരോ ടോർച്ചുമായി വന്നു. തെല്ലപ്പുറത്തുള്ള ഒരു കടയിൽ നിന്നും പെട്രോൾ മാക്സും കൊണ്ടുവന്നു. അതോടെ വെളിച്ചമായി. അവർ ഇറങ്ങുന്ന വഴിയിലൂടെ ഈശ്വരും ഇറങ്ങി. ലോറിക്കടുത്തെത്താൻ 5 മിനിറ്റോളം വേണ്ടി വന്നു. പക്ഷേ ലോറിയുടെ അകവും പുറവും എല്ലാം അവർ പരിശോധിച്ചു. ഒരിടത്തും ആരെയും കണ്ടില്ല. ഈശ്വർ പകച്ചുപോയി. ഏതാണ്ട് തകർന്ന മട്ടിലാണ് ലോറിയുടെ കിടപ്പ്. അതിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടുപോയി എന്ന് വിശ്വസിക്കാനാവുന്നില്ല. മലർന്നു കിടക്കുന്ന ലോറിക്കടിയിൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്നായി ആളുകളുടെ സംശയം. അതിന് സാധ്യത തീരെയില്ലെന്ന് ഈശ്വറിന് മനസ്സിലായി. ഡീസൽ ടാങ്കിൽ നിന്നും ഡീസൽ പുറത്തേക്ക് വീഴുന്നുണ്ട്. ആരോ പോലീസിൽ അറിയിക്കാൻ പോയി. അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയ ഈശ്വർ ജീപ്പിനടുത്തേക്ക് നടന്നു. എത്രയും വേഗം ആശുപത്രിയിൽ എത്തണം.
പാപ്പി മാത്രമേ അവിടെയുള്ളൂ. കിടാക്കന്മാർ തന്നോടുള്ള ദേഷ്യം അവനോട് തീർത്താലോ? ആശുപത്രി മുറ്റത്ത് നിന്ന് അപ്പോൾ ഒരസ്ത്രം പോലെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് കുതിക്കുകയായിരുന്നു കിടാക്കന്മാരുടെ കാർ. ഡ്രൈവിംഗ് വീലിന് പിന്നിൽ ഗണേശനാണ്. എന്നാലും കറണ്ട് പോയ നേരത്തിനുള്ളിൽ ആ കഴിവറുടെ മോള് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മുൻ സീറ്റിൽ ഇരിക്കുകയായിരുന്ന ശേഖരക്കിടാവ് വലതു കൈ ചുരുട്ടി സീറ്റിലടിച്ചു. എന്റെ ബലമായ സംശയം മറ്റൊന്നാണ്, ജനാർദ്ദന കിടാവ് പറഞ്ഞു. ഇരുട്ടിന്റെ മറപറ്റി ആരെങ്കിലും അവളെ സഹായിച്ചിരിക്കും. വാച്ചർ പറഞ്ഞത് കാര്യമാക്കണ്ട. അവൾ ഒറ്റയ്ക്കാണ് പുറത്തേക്ക് പോയതെങ്കിലും അതിനു മുന്നിലോ പിന്നിലോ മറ്റാരെങ്കിലും കൂടി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മറ്റുള്ളവർക്കും തോന്നി. അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടു കിട്ടാത്ത അവൾക്ക് ഒരിക്കലും പോകാനാവില്ല. ഏതു വഴി പോകണമെന്ന് നിശ്ചയമില്ലായിരുന്നുവെങ്കിലും മുന്നിലെ വഴികളിലൂടെയൊക്കെ ഗണേശൻ കാർ വിട്ടു. 8 കണ്ണുകൾ റോഡിലുണ്ടായിരുന്ന ഓരോരുത്തരെയും തൊട്ടൊഴിഞ്ഞു. ഈശ്വരായിരിക്കുമോ ഇതിനു പിന്നിൽ? പൊടുന്നനെയാണ് നീലകണ്ഠ കിടാവ് ചോദിച്ചത്. ഏവരുടെയും നെറ്റി ചുളിഞ്ഞു. അവനാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇല്ലതാനും. നീലകണ്ഠൻ പറഞ്ഞതിന് ഒരു അനുബന്ധം എന്ന വണ്ണം ശേഖരക്കിടാവ് കൂട്ടിച്ചേർത്തു. അവന്റെ അനുജനാണല്ലോ സത്യൻ. അങ്ങനെയും ഒരു സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് അവർക്ക് തോന്നി. എന്നാൽ എല്ലാവരുടെയും ചിന്തകൾക്ക് വിപരീതമായി റോഡിന്റെ ഓരം ചേർന്ന് മുന്നോട്ടു പോവുകയായിരുന്നു മോഹിനിക്കിടാവ്. ആരോ നിയന്ത്രിച്ചുകൊണ്ട് പോകും പോലെ. തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി. കാലുകൾ ഇടറുന്നുണ്ട്. എങ്കിലും താൻ ഒരിടത്തും വീണുകൂടാ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അവൾ. ആ ഹൃദയത്തിൽ തെളിഞ്ഞു നിന്നിരുന്നത് സത്യന്റെ മുഖമായിരുന്നു. അവളുടെ ലക്ഷ്യം മണ്ണംകുളഞ്ഞി ലക്ഷം വീട് കോളനിയുമായിരുന്നു. എങ്ങനെയെങ്കിലും അങ്ങെത്തണം. സത്യന്റെ അരികിലെത്തിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കും പോലെ തോന്നുന്നു. പക്ഷേ അധിക ദൂരം അവൾക്ക് അങ്ങനെ നടക്കാനായില്ല. നഗരം പിന്നിടുകയാണ്. ഇരുട്ടിന്റെ കാവൽക്കാരിൽ ചിലർ അവളെ നോട്ടമിട്ട് പതിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഒരു ഓട്ടോയിൽ കയറിയാലോ എന്ന് അവൾ ചിന്തിച്ചതാണ്. എന്നാൽ പരിചയമില്ലാത്തവരുടെ കൂടെ എങ്ങനെ യാത്ര ചെയ്യും? നടന്നു പോകുക എന്നത് അതിലും വലിയൊരു അപകടമാണെന്ന് അപ്പോൾ അവൾ ചിന്തിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. സ്ട്രീറ്റ് ലൈറ്റ് ഒരെണ്ണമില്ലാത്ത ഭാഗത്ത് അവൾ എത്തി. ഒന്നിരിക്കണമെന്ന് തോന്നി. അല്ലെങ്കിൽ താൻ എവിടെയെങ്കിലും വീണു പോകും. വാഹനങ്ങളുടെ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഒരു മരത്തിന്റെ ഉയർന്ന വേരിൽ ഇരിക്കാൻ ഭാവിക്കുകയായിരുന്നു മോഹിനി. പൊടുന്നനെയാണ് ഒരു ശബ്ദമുയർന്നത്. പെങ്ങൾ എങ്ങോട്ടാ ഈ രാത്രിയിൽ? അതും ഒറ്റയ്ക്ക്? തലയ്ക്ക് എന്നാ പറ്റിയതാ? വല്ലവരും തല്ലിയതാണോ? കിടുങ്ങിപ്പോയി മോഹിനി. തന്റെ മുന്നിൽ കൈലിയും ബനിയനും ധരിച്ച ആജാനുബാഹുവായ ഒരുവൻ നിൽക്കുന്നത് റോഡിലൂടെ പോയ വാഹനത്തിന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ ശരിയല്ലെന്ന് അവൾക്ക് ബോധ്യമായി. അവൾ ചുറ്റും നോക്കി. 1-2 പേർ കൂടി അവിടെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. അവരാരും തന്നെ സഹായിക്കില്ല. പേടിക്കണ്ട പെങ്ങളെ, ഞാൻ കൊണ്ടാക്കാം. എവിടെ പോണമെന്ന് പറഞ്ഞാ മതി. ഒരു ഓട്ടോ വിളിക്കട്ടെ? പെങ്ങൾക്ക് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാ മതി, അതും തരാം. ഓടി രക്ഷപ്പെടാൻ താൻ അശക്തിയാണെന്ന് അവൾ അറിഞ്ഞ് യാചിക്കേ രക്ഷയുള്ളൂ. കൈകൾ കൂപ്പി അവൾ പറഞ്ഞു. ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആളല്ല. എന്നെ ഉപദ്രവിക്കരുത്. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനൊക്കെ തന്നെയാ കൊച്ചെ പറയുന്നത്. അയാളുടെ ഭാവം മാറി. മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്റെ ശവം പോലും ആരും കാണില്ല. അപകടത്തിന്റെ ഭീകരാവസ്ഥ അവൾക്ക് ബോധ്യമായി. ഇടയ്ക്കിടെ വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിലും അവൾക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. നീ ഒരു വണ്ടി കൊണ്ടുവാടാ, അവിടെ പരുങ്ങി നിന്നിരുന്ന ഒരുവനോട് അയാൾ പറഞ്ഞു. അരുത്, ഞാൻ ബഹളം വെച്ച ആളെ കൂട്ടും. അവൾക്ക് ഗത്യന്തരമില്ലാതായി. എന്നാൽ അത് തന്നെ ഒന്ന് കാട്ടടി. പെട്ടെന്ന് അയാൾ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. വിട്, വിടടാ എന്നെ. അവൾ കുതറി. അപ്പോൾ തല വേദനിച്ചു. അപ്പോഴേക്കും ഓട്ടോ വന്നു നിന്നു. അയാൾ അവളെ പിടിച്ച് അതിനുള്ളിൽ കയറ്റുവാൻ ശ്രമിച്ചു. അവളെ സഹായിക്കാൻ 2 പേർ കൂടി എത്തി. അവൾ നിലവിളിച്ചപ്പോൾ ഒരാൾ വായു പൊത്തി. അവൾക്ക് ചലിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അപ്പോഴേക്കും മറ്റുള്ളവർ ചുറ്റിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. ഓട്ടോയിലേക്ക് കയറ്റാൻ ഭാവിച്ചപ്പോൾ തല കമ്പിയിലിടിച്ചു. തലച്ചോറിനുള്ളിൽ ഒരു ഷോക്കേറ്റ അനുഭവമായിരുന്നു അപ്പോൾ മോഹിനിക്ക്. ഒപ്പം 1000 പുഴുക്കൾ തലയ്ക്കുള്ളിലൂടെ ഇഴഞ്ഞു പോകുന്നത് പോലെയുള്ള തോന്നൽ. മോഹിനിയുടെ കണ്ണുകൾ 2 അരിവുകൾ തീർത്തു കഴിഞ്ഞിരുന്നു. ഈ നേരത്ത് ഇരുഭാഗത്തു നിന്നും ഓരോ വാഹനം വന്നു. വെളിച്ചം അവരെ പൊതിഞ്ഞു. ഓട്ടോ കിടന്നിരുന്ന ഭാഗത്ത് വെച്ചാണ് 2 വാഹനങ്ങൾ സൈഡ് കൊടുത്തത്. അതിനാൽ അവയുടെ വേഗത തെല്ല് കുറയുകയും ചെയ്തു. പട്ടണത്തിലേക്കുള്ള ഭാഗത്തേക്ക് നീങ്ങിയ വാഹനം അല്പം മുന്നിലെത്തിയിട്ട് പിന്നെ റിവേഴ്സിൽ നിന്നു. ഒരു ജീപ്പായിരുന്നു അത്. ഓട്ടോയുടെ തൊട്ടരികിൽ അത് നിൽക്കുകയും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങുകയും ചെയ്തു. എഞ്ചിൻ ഓഫ് ചെയ്തില്ല. മറ്റൊരു വണ്ടിയുടെ വെളിച്ചം അവനിൽ പതിഞ്ഞു. ഈശ്വർ! അവൻ ഓട്ടോയ്ക്ക് തൊട്ടരികിലെത്തി. അതാരാണെന്ന് ശ്രദ്ധിക്കുന്നതിനിടയിൽ മോഹിനിയുടെ മുഖത്ത് അമർത്തി പിടിച്ചിരുന്നവന്റെ കൈ തെല്ലെന്നയഞ്ഞു.
അതുവഴി ഒരു നിലവിളി പുറത്തു ചാടി. രക്ഷിക്കണേ! ഈശ്വർ ഒരുവന്റെ തോളിൽ കൈവച്ചു. എന്താ സുഹൃത്തെ? പ്രശ്നമൊന്നുമില്ല, തനിക്ക് പോകാം, പറഞ്ഞുകൊണ്ട് അവർ ഓട്ടോയിൽ ചാടിക്കയറി. വിട്ടോടാ വണ്ടി! പക്ഷേ ഈശ്വരുടെ ഉരുക്കുമുഷ്ടി ചീറി വന്നു. ഡ്രൈവറുടെ താടിയിൽ അതൊരു മിന്നൽ പിണർ തീർത്തു. ഒപ്പം ഈശ്വർ കാലുയർത്തി ചവിട്ടി. വല്ലാത്തൊരു നിലവിളിയോടെ ഡ്രൈവർ പുറത്തേക്ക് വീണു, ജീപ്പിനടുത്തേക്ക്. രംഗം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ മൂവരും പെട്ടെന്ന് ഈശ്വറിനെ തള്ളി മാറ്റി ചാടി ഓടി. ഇനി പുറത്തേക്ക് ഇറങ്ങിക്കൊള്ളൂ, അകത്തേക്ക് തലകടത്തി അവൻ അറിയിച്ചു. പക്ഷെ മോഹിനി അനങ്ങിയില്ല. സീറ്റിൽ ചാരി കിടക്കുകയായിരുന്നു അവൾ. ഈശ്വർ ഒന്ന് ഞെട്ടി. അവൻ അവളെ കയ്യിൽ കോരിയെടുത്തു. പിന്നെ ഓട്ടോയുടെ നമ്പർ നോക്കി. ഡ്രൈവർ എണീറ്റ് പരുങ്ങി നിൽക്കുകയായിരുന്നു. സ്കൗണ്ടറൽ! നിന്നെ പോലെയുള്ള ചിലരാടാ ഡ്രൈവർമാർക്ക് മൊത്തം അപമാനം ഉണ്ടാക്കി വെക്കുന്നത്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. അയാൾ മിണ്ടിയില്ല. ഈശ്വർ അവളെ ജീപ്പിന് മുന്നിൽ കൊണ്ടുവന്ന ലൈറ്റിന്റെ വെളിച്ചത്തിൽ നോക്കി. അവന്റെ നെറ്റി ചുളിഞ്ഞു. അവളുടെ തലയിലെ ബാൻഡേജ് മുഴുവൻ ചോരയായിരുന്നു. മാത്രവുമല്ല, ചെങ്കാട്ട് തറവാട്ടിലെ കുട്ടിയാണതെന്ന് അവൻ തിരിച്ചറിയുകയും ചെയ്തു. പെട്ടെന്ന് അവൻ അവളെ ജീപ്പിൽ കയറി ചാരിയിരുത്തി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് പറന്നു വീഴുകയായിരുന്നു. വെടിയുണ്ട പോലെ ജീപ്പ് പാഞ്ഞു തിരക്കേറിയ നഗരത്തിലൂടെ. അവൾ താഴെ വീഴാതിരിക്കാൻ ഇടയ്ക്കിടെ ഒരു കൈ കൊണ്ട് അവൻ താങ്ങി. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും അവൻ മരണത്തിന്റെ വായിലേക്ക് പോവുകയാണെന്ന് അവന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. അന്വേഷണം മതിയാക്കി ആശുപത്രി മുറ്റത്ത് തിരിച്ചെത്തിയിരുന്നു ഈ നേരത്തെ കിടാക്കന്മാർ. വീട്ടിൽ എങ്ങനെ ഈ വിവരം അറിയിക്കും എന്നാണ് അവരെ ഏറെ പ്രയാസപ്പെടുത്തിയത്. നാളെ കിടാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ കുറിച്ച് അപവാദങ്ങൾ ഉണ്ടാകാനിടയായാൽ എന്നത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ്. ഇനി പോലീസിൽ അറിയിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല, ജനാർദ്ദന കിടാവ് പറഞ്ഞു. ആരും മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഗേറ്റ് കടന്നു വന്ന ഈശ്വരുടെ ജീപ്പ് വല്ലാത്ത ശബ്ദത്തിൽ ബ്രേക്ക് ഇട്ട് നിന്നു. കിടാക്കന്മാർ അങ്ങോട്ട് നോക്കി. അത് അവനാണല്ലോ, ഗണേശൻ പെറുപെറുത്തു. ഈശ്വർ മോഹിനിയെ എടുത്ത് തോളിലിട്ടു. അവളല്ലേ അത്? നീലകണ്ഠ കിടാവിന്റെ ശബ്ദത്തിൽ നിറഞ്ഞ ഉത്കണ്ഠ. മോഹിനി? അതെ, ശേഖരനും പറഞ്ഞു. നായിന്റെ മോനെ ഇനി ബാക്കി വെച്ചിട്ട് കാര്യമില്ല. വാളിയന്മാരെ! ജനാർദ്ദനൻ നീങ്ങി കഴിഞ്ഞിരുന്നു. മറ്റുള്ളവരും ഒപ്പമെത്തി. പട്ടിയുടെ മോനെ, ഞങ്ങളുടെ പെങ്ങളത്തോട്ടാണോ കളി? ഗണേശൻ അലറി. ക്ഷണത്തിൽ അവർ അവന് ചുറ്റും ഒരു വലയം തീർത്തു. ആശുപത്രി മുറ്റത്തുണ്ടായിരുന്നവർ സ്തംഭിച്ചു നിന്നു. ഈശ്വരുടെ മനസ്സിലും ഒരു ഇടിമിന്നൽ പൊളഞ്ഞു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.